ഹായ് ഡിയേഴ്സ്, മോണ്ടിസോറി TTC പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ CMTC 002 പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. The early years are the most significant years for human growth, development, and learning of all children, including those with special needs due to disability conditions. അപ്പോ നമ്മൾ ഒരു കുട്ടികളുടെ അവരുടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഹ്യൂമൻ ഗ്രോത്തിന്റെ ഒക്കെ തന്നെ ആദ്യത്തെ 5, 6, 7 വർഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള വർഷങ്ങളാണ്. അപ്പോ ആ ഒരു പ്രായത്തിലാണ് നമ്മൾക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നതും, അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ, കുട്ടികൾക്ക് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ഒരു പ്രായം കൂടിയാണ് ഈ ഒരു ഏർലി ഇയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മൾ അത്തരത്തിലുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കെയറിംഗ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 6 വർഷങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 0 to 3 years എന്ന് പറയുന്നത്, അതായത് ബർത്ത് മുതൽ 3 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. 3 to 6 ഇയേഴ്സിലാണ് ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറിന്റെ കൂടെ തന്നെ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. The all-round capacities that emerge in 3 to 6 years age group are the prerequisites for later success in school and life. അപ്പൊ അവരുടെ ആ ഒരു 3 to 6 year ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗൈഡിങ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അതിലൂടെ അവരെന്താണ് സ്കൂളിലും പിന്നീട് സ്കൂളിലോട്ടും ലൈഫിലോട്ടും ഒക്കെ ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. Then നോക്കുക, preschooling is the early education that occurs at preschool. A preschool is an educational establishment or learning space offering early childhood education to children before they begin compulsory education at primary school. അപ്പൊ പ്രീസ്കൂളിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ, അതായത് ആ ഒരു പ്രീസ്കൂൾ എന്നുള്ള ആ ഒരു ലെവലിൽ നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്കൂളിന് മുമ്പ് പ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രോസസ്സിന് മുമ്പ് എന്നാണ് അല്ലെ. അപ്പൊ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ നോർമൽ സ്കൂൾ സിസ്റ്റത്തിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുന്ന കെയറും എഡ്യൂക്കേഷനും ഒക്കെയാണ് പ്രീ സ്കൂൾ. അപ്പൊ നമ്മൾ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഒരു പഠിക്കാനുള്ള ഒരു സ്പേസ് ആണ്, ഒരു ലേണിംഗ് സ്പേസ് ആണ് അല്ലെ. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനും കെയറും ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു നല്ല രീതിയിൽ സ്കൂളിലോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് കൂടിയാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 6 to 14 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ പറയുന്ന നിയമപരമായിട്ടുള്ള ആ ഒരു 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് പാരന്റ്സിന്റെയും ഗവൺമെന്റിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. അഥവാ ഏതെങ്കിലും പാരന്റ്സ് അതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പാരന്റ്സിന് പണിഷ്മെന്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോ ആ ഒരു രീതിയിൽ കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അവരുടെ പ്രൈമറി എഡ്യൂക്കേഷന് മുമ്പ്, എന്നാൽ അവരെ പ്രൈമറി എഡ്യൂക്കേഷനിലോട്ട് പ്രിപ്പയർ ചെയ്ത് അവരെ സ്മൂത്ത് ആയിട്ട് ആ ഒരു എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇറ്റ് മേ ബി പബ്ലിക്ലി ഓർ പ്രൈവറ്റ്ലി ഓപ്പറേറ്റഡ് ആൻഡ് മേ ബി സബ്സിഡൈസ്ഡ് ഫ്രം പബ്ലിക് ഫണ്ട്സ്. അപ്പൊ ഇതെന്താണ്? ഗവൺമെന്റിന്റെ ഒരു കൺട്രോളില് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രീ സ്കൂളുകൾ ഉണ്ട്, അതാണ് പബ്ലിക്ലി ഓപ്പറേറ്റഡ്. അതുപോലെ തന്നെ എന്തുണ്ട്? പ്രൈവറ്റ് ആയിട്ടുള്ള
എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം. എസ്പെഷ്യലി സ്കൂളുകൾക്ക് കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളാണ് നമ്മൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ പ്രൈവറ്റ്ലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളുമുണ്ട്, പബ്ലിക്ലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളുകളുമുണ്ട്. ആൻഡ് മേ ബി സബ്സിഡൈസ്ഡ് ഫ്രം പബ്ലിക് ഫണ്ട്സ്. അതുപോലെ തന്നെ ചില സ്കൂളുകൾ ഈ മാനേജ്മെന്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ എന്താണ്, പബ്ലിക് ഫണ്ടോട് കൂടി ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടെ എന്താണ്, എന്നാൽ പ്രൈവറ്റ് മാനേജ്മെന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്താണ്, പബ്ലിക്കിന്റെ ഹെൽപ്പോട് കൂടെ ഗവൺമെന്റിന്റെ ഹെൽപ്പോട് കൂടെ ഫംഗ്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. Then it also aims to integrate the various domains of development with the expected learning outcomes in ways that are compatible with the natural learning behavior of young children in this age group. UNICEF's work on early childhood development recognizes the essential building blocks for every growing child: nurturing care, good health, optimal nutrition, and a stimulating and safe environment for all-round development and learning. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇത് ലക്ഷ്യം വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവണം. അതായത് അവർക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം, മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. അങ്ങനെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കുട്ടികളുടെ ആ ഒരു ലേണിംഗ് ബിഹേവിയർ അവർക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് ആ ഒരു ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലോട്ട് ഇൻവോൾവ് ആവാനും കുട്ടികളുടെ ബിഹേവിയറും ക്യാരക്ടറും ഒക്കെ മോഡിഫൈ ചെയ്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ ഒരു ഓവറോൾ ഡെവലപ്മെന്റോടെ നല്ലൊരു എന്താണ് സക്സസിലോട്ട് അച്ചീവ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ യുണിസെഫിന്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ECD. ECD എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓരോ ചൈൽഡിനും കൃത്യമായിട്ടുള്ള നമ്മൾ ചില എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് നല്ല കെയറിങ് കൊടുക്കണം. എങ്ങനെയുള്ള കെയർ ആയിരിക്കണം, നർച്ചറിങ് കെയർ ആണ്. അവര് നല്ല രീതിയിൽ വളർന്ന്, ഇപ്പൊ നമ്മളൊരു ചെടീനെ എടുക്കുകയാണെങ്കിൽ എന്താണ്, ആ ഒരു ചെടീനെ നർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നല്ല രീതിയിൽ വളർന്ന് നല്ല എന്താണ് വളക്കൂറുള്ള മണ്ണും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ് നമ്മള്, നല്ല എന്താണ് നല്ലൊരു വളർച്ച ഉണ്ടാവുകയാണ് അല്ലെ. നല്ല എന്താണ് നമ്മൾ പറയാ, അതിന് നല്ല തളിർത്ത്, അതുപോലെ തന്നെ എന്താണ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ അത് പുഷ്ടിച്ച് ഇങ്ങനെ നമ്മൾ ആ ഒരു രീതിയിൽ പറയല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. അവർ നല്ല ജോയ് ആയിരിക്കണം, നല്ല ഹാപ്പി ആയിരിക്കണം, മെന്റലി, ഫിസിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, മോറലി ഒക്കെ അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവണം. അതായത് മെന്റലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക വികാസമാണ്, അതായത് മെന്റൽ ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ അവർക്ക് സോഷ്യൽ ഡെവലപ്മെന്റ്. എങ്ങനെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക, മറ്റുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ടീച്ചേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതുപോലെ മോറലി, അപ്പം ഗുഡ് വാല്യൂസ് ഒക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അപ്പൊ അവർക്ക് എന്താണ് മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവില് അവർക്ക് ഡെവലപ്മെന്റ് ഉണ്ടായി. ഓവറോൾ ഡെവലപ്മെന്റ് അവർക്ക് ഉണ്ടാവുക, നല്ല ഹെൽത്ത്, അതുപോലെ ന്യൂട്രീഷൻ, അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മോട്ടിവേഷൻ അവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അവരെ എൻകറേജ് ചെയ്ത് നല്ല സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റില് കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റും അതിന്റെ കൂടെ ലേണിങ്ങും സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം മീനിങ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പം NCERTയുടെ ഒരു ഡെഫിനിഷൻ, ഒരു മീനിങ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. Preschool education is the education imparted to children in 3 to 6 years of age group. It is the first stage of organized education. Preschool education is also known as pre-primary education. It is provided in any of the settings such as Anganwadis, nursery schools, preschools,
preparatory schools, kindergarten, Montessori schools, and pre-primary sections in government and private schools. അപ്പൊ NCERT പറയുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 3 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ ഒരു 3 to 6 years നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ എന്താണ് ഇത് ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് കുട്ടികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ആ ഒരു 3 വയസ്സ് വരെ അവരുടെ വീടും ചുറ്റുപാടുമായിട്ട് അവിടെ കളിച്ച് പാരന്റ്സുമായിട്ട് കൊഞ്ചി ആ ഒരു രീതിയിലുള്ള ഒരു ലൈഫായിരുന്നു അവർക്ക്. അതിനുശേഷം അവർ സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരികയാണ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലോട്ട് അവര് വരികയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നമുക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു പേര് എന്താണ് എന്നൊക്കെ വന്നു കഴിഞ്ഞാല് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിഫറെന്റ് സെറ്റിംഗ്സിൽ, അതായത് അംഗൻവാടി എന്നുള്ള രീതിയിലും നഴ്സറി സ്കൂൾ എന്നുള്ള രീതിയിൽ, പ്രീ സ്കൂള്, പ്രിപ്പറേറ്ററി സ്കൂള്, അതുപോലെ കിൻഡർ ഗാർട്ടൻ, അതാണ് നമ്മുടെ LKG UKG ഒക്കെ, ദെൻ മോണ്ടിസോറി സ്കൂൾസ്, പ്രീ പ്രൈമറി സെക്ഷൻ, ആ ഒരു രീതിയിലൊക്കെ നമ്മൾക്ക് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും കാണാൻ പറ്റും, അതുപോലെ ഗവൺമെന്റ് സെക്ടറിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് NCERTയുടെ ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ചിൽഡ്രൻസ് വെൽഫെയറിനായിട്ടുള്ള യുണിസെഫിന്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആണ്. നമുക്ക് നോക്കാം. പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഈസ് ക്രിട്ടിക്കൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ സോളിഡ് ഫൗണ്ടേഷൻ ഫോർ എ ചൈൽഡ് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഓവറോൾ വെൽബീയിങ്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ അധികം പ്രാധാന്യമുള്ളതാണ്. അത്തരത്തിൽ എന്താണ് ഒരു കുട്ടിയുടെ സോഷ്യലി, ഇമോഷണലി ഒക്കെ, അതുപോലെ തന്നെ കൾച്ചറലി, അതുപോലെ ഇന്റലക്ച്വലി ഒക്കെ കുട്ടികൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താണ് വെൽബീയിങ്, കുട്ടികൾക്ക് നല്ല ഡെവലപ്മെന്റ് ഉണ്ടാകണമെങ്കിൽ, ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണമെങ്കിൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ട് ചെയ്ത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. Then the early years of a child's life build the basis for lifelong growth, and children who fall behind in these early years often never catch up with their peers, leaving them more likely to drop out of school and fail to reach their full potential. Though there are varying standards, pre-primary educational programs are typically designed for children of 3 to 5 years of age. അപ്പൊ ഇവിടെ യുണിസെഫ് പറഞ്ഞിട്ടുള്ളത് 3 to 5 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത്രക്കും ഇമ്പോർട്ടന്റ് ആണ് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു ഏർലി ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ലൈഫ് ലോങ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബേസിക് ലെവലാണ്. അപ്പം ഇത്തരത്തിൽ എന്താണ് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പം കുട്ടികൾ എന്താണ് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ തന്നെ എന്താണ് ഒരു ലൈഫ് ലോങ് ഗ്രോത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ആ ഒരു ഏർലി എഡ്യൂക്കേഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള കുട്ടികൾ എന്താണ് അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റാതെ അവരെന്താണ് സ്കൂള് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്നു. അവരുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യാലിറ്റി, അവരുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് കഴിവുകളെയും പുറത്തെടുക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. അത്തരത്തിലുള്ള ഒരു രീതിയിൽ വരുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകാതെയൊക്കെ ആയി. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാമും എന്താണ് ഇപ്പൊ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി 3 to 5 years ഏജ് എന്നാണ് യുണിസെഫിൽ പറയുന്നത്. അപ്പൊ ആ ഒരു 3 to 5 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒജാല. ഒജാല എന്ന് പറഞ്ഞാൽ ഹോപ്പ് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Early childhood education as an interactive process in the sphere of life at home
daycare and preschool that is purposefully aimed at an all-encompassing personality development of between the age from 0 to 6 years. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. അതിലൂടെ എന്ത് ചെയ്യുന്നു? അത് കേവലം സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. വീട്ടിലാണെങ്കിലും ഡേ കെയറിലാണെങ്കിലും പ്രീ സ്കൂൾ സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ തന്നെ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് 0 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന 0 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും കെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കെയർ, എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചിങ് ഇൻ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു വൺ ഫങ്ഷണൽ എൻറ്റിറ്റി. അപ്പൊ ഇവിടെ എന്താണ്? കെയറും എഡ്യൂക്കേഷനും ടീച്ചിങ്ങും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അത് ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടു കൂടി കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവണം. കുട്ടികൾക്ക് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യണം? അവരുടെ ഡെവലപ്മെന്റിന് ഫോക്കസ് ചെയ്യണം. കുട്ടികളെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്തിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. In an age when school was restricted to children who had already learned to read and write at home, there were many attempts to make school accessible to orphans or to the children of women who worked in factories. അപ്പൊ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ എന്ന് പറയുന്നത് വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. സ്കൂൾ സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് കുട്ടികളൊക്കെ വീട്ടിൽ നിന്നാണ് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത്. അങ്ങനത്തെ കുട്ടികൾ പിന്നെ സ്കൂളിൽ പോവുകയോ വേണ്ട, കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ഒരു സ്കൂൾ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ഒരു അറ്റംപ്റ്റ് വന്നത് മെയിൻ ആയിട്ടും എന്താണ്? ഓർഫൻ ആയിട്ടുള്ള കുട്ടികൾ, അനാഥരായിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ചിൽഡ്രൻ ഓഫ് വുമൺ ഹൂ വർക്ക്ഡ് ഇൻ ഫാക്ടറീസ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ മക്കള്. ഇവരെയൊന്നും പകൽ സമയത്ത് അല്ലെങ്കിൽ ഇവരെയൊന്നും വീട്ടിലിരുത്തി പഠിപ്പിക്കാനായിട്ട് ആരും ഇല്ല. ആ ഒരു സമയത്ത് അവർക്ക് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഒരു പ്രീ സ്കൂൾ എന്നുള്ള ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നോക്കാം. ഇൻ 1779 ജോഹാൻ ഫ്രെഡറിക് ഒബേർലിൻ ആൻഡ് ലൂയിസ് ഷെപ്ലർ ഫൗണ്ടഡ് in Strasbourg an early establishment for caring for and educating preschool children whose parents were absent during the day. അപ്പൊ എന്താണ്? 1779 നമ്മളുടെ ജോഹാൻ ഫ്രെഡറിക് ഒബേർലിനും അതുപോലെ തന്നെ ലൂയിസ് ഷെപ്ലറും, ആ നെയിം രണ്ടും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതുപോലെ ആ ഇയറും 1779 ഒബേർലിനും അതുപോലെ ഷെപ്ലറും കൂടിയിട്ട് എന്ത് ചെയ്തു? സ്ട്രാസ്ബർഗില് ഒരു പ്രീ സ്കൂൾ എന്നുള്ള രീതിയിൽ ഏർലി എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ കെയറിംഗ് ഫോർ ആൻഡ് എഡ്യൂക്കേറ്റിംഗ് പ്രീ സ്കൂൾ ചിൽഡ്രൻ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്തു? ഒരു എഡ്യൂക്കേഷണൽ സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഏതാണ് ഇയർ? 1779. അപ്പൊ തൊട്ടടുത്ത വർഷം ഏകദേശം സെയിം ടൈമിൽ തന്നെയാണ്, അറ്റ് അബൌട്ട് ദ സെയിം ടൈം ഇൻ 1780 സിമിലർ ഇൻഫാന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ബവേറിയ. In 1802, Pauline Zur-Lippe established a preschool center in Detmold. അപ്പൊ എന്താണ്? 1780 എന്ത് ചെയ്തു? 1779 ഷെപ്ലറും ഒബേർലിനും കൂടെ ചേർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതുപോലെ തന്നെ ഒരു ഇൻഫാന്റ് സ്കൂൾ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബവേറിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ബവേറിയ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ബവേറിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ അതിനുശേഷം എന്താണ്? 1802 എന്ത് ചെയ്തു? പോളിൻ സുർ-ലിപ്പെ എന്ത് ചെയ്തു? ഡെറ്റ്മോൾഡില് ഒരു പ്രീ സ്കൂൾ സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെന്റർ ഡെറ്റ്മോൾഡില് 1802 പോളിൻ സുർ-ലിപ്പെ ഒരു പ്രീ സ്കൂള് എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയാണ്? ഡെറ്റ്മോൾഡിലാണ്. ഏതാണ് ഇയർ? 1802 ആണ്. ആരാണ് ഡെറ്റ്മോൾഡിൽ ഇത്തരത്തിലുള്ള ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തത്? പോളിൻ സുർ
ലിപ്പയാണ്. ദെൻ നോക്കുക, in 1816, Robert Owen, a philosopher and a pedagogue, opened the first British and probably globally the first infant school in New Lanark, Scotland. അപ്പം 1816 റോബർട്ട് ഓവൻ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഫിലോസഫർ ആണ്, എഡ്യൂക്കേഷനിസ്റ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് ബ്രിട്ടീഷ് സ്കൂളാണ്, അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ബ്രിട്ടീഷ് സ്കൂള്, ഫസ്റ്റ് ഇൻഫാന്റ് സ്കൂള് എവിടെയാണ്? സ്കോട്ട്ലൻഡിലുള്ള ന്യൂ ലെനാർക്കില് 1816 റോബർട്ട് ഓവൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. In conjunction with his venture for cooperative mills, Owen wanted the children to be given a good moral education so that they would be fit for work. അപ്പോ ഇത്തരത്തില് സ്കോട്ട്ലൻഡിൽ ഒരു എന്താണ് ഇൻഫാന്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം ഇത്തരത്തിൽ എന്താണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്തു? കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു മോറൽ എഡ്യൂക്കേഷൻ സെറ്റപ്പ് കൂടെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. കാരണം അവരെ കൂടുതൽ മോറലി സ്ട്രെങ്തൻ ചെയ്ത് അവരെ ഭാവിയിൽ എന്താണ് ഒരു നല്ല ഏത് ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റ് ആക്കുകയാണ്. മെന്റലി ഫിസിക്കലി അവരെ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മോറൽ എഡ്യൂക്കേഷനും അതുപോലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവൾ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. His system was successful in producing obedient children with basic literacy and numeracy. അപ്പൊ അദ്ദേഹത്തിന്റെ സിസ്റ്റത്തില് അതെങ്ങനെയായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്? നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളാണ്, അതുപോലെ അവർക്ക് ബേസിക് ആയിട്ടുള്ള ലിറ്ററസിയും ന്യൂമറസിയും ഒക്കെ അറിയുക എന്നുള്ള രീതിയിൽ ആ ബേസിക് ലിറ്ററസിയും ന്യൂമറസിയും റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതിന്റെ കൂടെ മോറൽ എഡ്യൂക്കേഷൻ കൊടുത്ത് നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ റോബർട്ട് ഓവൻ അദ്ദേഹത്തിന്റെ പ്രീ സ്കൂൾ സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. Then Samuel Wilder Finn opened his first infant school in London in 1819 and went on to establish hundreds more. He published many works on the subject and his work became the model for infant schools throughout England and further afield. Play was an important part of Wilder Finn's system of education. അപ്പൊ സാമുവൽ വൈൽഡർ ഫിൻ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഫാന്റ് സ്കൂള് ലണ്ടനില് 1819 എസ്റ്റാബ്ലിഷ് ചെയ്തു. സാമുവൽ വൈൽഡർ ഫിൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഫാന്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയാണ്? ലണ്ടനിലാണ്, 1819. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അതിനുശേഷം അദ്ദേഹം 100 കണക്കിന് അതുപോലെയുള്ള സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം പല വർക്കുകളും എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ കൂടുതലും എന്താണ്? കൂടുതൽ മോഡൽ ഓഫ് ഇൻഫാന്റ് സ്കൂളുകള് അതുപോലെ ഇംഗ്ലണ്ടിലും അതുപോലെ പുറത്തുമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം കൂടുതൽ അതില് ഫോക്കസ് ചെയ്തത്. അതുപോലെ ഇവിടെ പ്ലേ ആണ് വൈൽഡർ ഫിന്നിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നമുക്കറിയാം ലേണിംഗ് ബൈ പ്ലേയിങ് എന്നുള്ള ഒരു കാര്യത്തിനാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കുട്ടികളെ കളികളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ്? പ്ലേ ആണ് വൈൽഡർ ഫിന്നിന്റെ ആ ഒരു സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. He is credited with inventing the playground. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം സാമുവൽ വൈൽഡർ ഫിൻ ആണ് പ്ലേ സ്കൂൾ അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട്, പ്ലേ സ്കൂളിൽ ഒരു പ്ലേ ഗ്രൗണ്ട്, സ്കൂളുകളിൽ ഒരു എന്താണ് കളിസ്ഥലം എന്നുള്ള രീതിയിൽ ഗ്രൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് ഇൻവെന്റ് ചെയ്തതിന്റെ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ്. In 1823, Wilder Finn published on the importance of educating the infant poor based on the school. അപ്പം 1823 നമ്മുടെ വൈൽഡർ ഫിൻ എന്ത് ചെയ്തു? ഒരു വർക്ക് പബ്ലിഷ് ചെയ്തു. എന്താണ് അതിന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേറ്റിംഗ് ദ ഇൻഫാന്റ് പുവർ, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും സ്കൂൾ ബേസ്ഡ് ആയിട്ട് അവരെ
എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സബ്ജക്റ്റിലായിരുന്നു അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. He began working for the Infant School Society the next year, informing others about his views. അപ്പോൾ 1824 ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇൻഫാന്റ് സ്കൂൾ സൊസൈറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാരെയും അദ്ദേഹത്തിന്റെ ഈ വ്യൂസിനെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫാന്റ് അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഇൻഫാന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ മറ്റുള്ളവരെ കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തു. He also wrote the infant system for developing the physical, intellectual and moral powers of all children from 1 to 7 years of age. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് ഇൻഫാന്റ് സിസ്റ്റം വേണം, ഇൻഫാന്റ് ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ വേണം, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റപ്പ് വേണം. അതിലെന്ത് ചെയ്യണം? കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, അതുപോലെ മോറൽ ഡെവലപ്മെന്റ് ഒക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏകദേശം 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതായിരുന്നു സാമുവൽ വൈൽഡർസ്റ്റിന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജർമ്മൻ എഡ്യൂക്കേറ്റർ ഫ്രെഡറിക് ഫ്രോബൽ ആണ്. അപ്പം ഫ്രെഡറിക് ഫ്രോബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരാളാണ് ഫ്രെഡറിക് ഫ്രോബൽ. അപ്പൊ നമുക്ക് നോക്കാം. ജർമ്മൻ എഡ്യൂക്കേറ്റർ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും ഫിലോസഫിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. The German educator Friedrich Froebel is significant for developing an idealist philosophy of early childhood education and establishing the kindergarten, a school for 4 and 5-year-old children that is found worldwide. അപ്പൊ ജർമ്മൻ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഫ്രെഡറിക് ഫ്രോബൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഐഡിയാസ് ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് കിൻഡർ ഗാർഡൻ. കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അതൊരു സ്കൂളാണ്. 4 years 5 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് ലോകം മൊത്തം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ സെറ്റപ്പ് ആണ് കിൻഡർ ഗാർഡൻ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രോബലിനെ എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട്? ഹീസ് ഓൾസോ നോൺ ആസ് ദി ഫാദർ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിന് ഏർലി ചൈൽഡ്ഹുഡിന് അത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഫ്രെഡറിക് ഫ്രോബലിനെ നമ്മൾ എന്തറിയപ്പെടുന്നത്? ഫാദർ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് ഫ്രോബൽ ആണ്. Frederick Froebel opened a play and activity institute in 1837 in the village of Bad Blankenburg in the Principality of Schwarzburg, Rudolstadt, Thuringia, which is renamed Kindergarten on 28th June 1840. അപ്പൊ 1837 പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ഒരു പ്രീ സ്കൂൾ സെറ്റപ്പ് ഓപ്പൺ ചെയ്തു നമ്മുടെ ഫ്രെഡറിക് ഫ്രോബൽ. അത് എവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? തുറങ്കിയയിലുള്ള ഷ്വാർസ്ബർഗ് റുഡോൾസെന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയില് ഒരു എന്താണ് ബാഡ് ബ്ലാക്കൻബർഗ് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് 1837 1837 ഒരു പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രീ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1837 ഫ്രോബല് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ ഒരു പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പിന്നീട് അദ്ദേഹം തന്നെ അതിന്റെ പേര് മാറ്റിയിട്ട് റീനെയിം ചെയ്ത് കിൻഡർ ഗാർഡൻ എന്നാക്കി മാറ്റി. എപ്പോഴാണ്? 1840 ജൂൺ 28 28 ജൂൺ 1840. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അതിന്റെ പേര് മാറ്റുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക. In 1892 in Italy, the Agassiz sisters Rosa and Carolina initiated a blending of Apoti's infant school and Froebel's kindergarten and produced a prototypical Italian maternal school, that is Scuola Materna. In the school, the children were induced to become collaborators in the search for
the instruments of their own education seeking realia as well as Froebelian symbolic objects to examine. അപ്പം 1892 1892 ഇറ്റലിയിലാണ് അഗർവി സിസ്റ്റേഴ്സ്, അതായത് റോസയും കരോലിനെയും എന്ത് ചെയ്തു, ഒരു പുതിയൊരു ഇൻഫാന്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് എന്താണ്, 2 types ഓഫ് സ്കൂൾ, ഒരു അപ്പോട്ടീസ് ഇൻഫാന്റ് സ്കൂളിന്റെയും ഫ്രോബൽസ് കിൻഡർ ഗാർഡന്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പം ഒരു ഇറ്റാലിയൻ മെറ്റേണൽ സ്കൂളാണത്. അതിനെയാണ് സ്കൂള മെറ്റേണ എന്ന് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് അത് പറയാ. അപ്പൊ ഈ ഒരു സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികൾ എങ്ങനെയാണ്, ഭയങ്കര കൊളാബറേറ്റീവ് ആയിട്ടാണ്. അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഓൺ റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസുകളും അവരുടെ ഒബ്ജക്റ്റീവ്സും ഒക്കെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്രോബലിയൻ സിംബോളിക് ഒബ്ജക്റ്റുകളും ഇവര് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രോബലിയൻ കോൺസെപ്റ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണിത്. Then നോക്കുക, one of the most famous figures in preschool education, Maria Montessori, who began her studies of educational problems with culturally deprived and mentally deficient children in 1899, became director of the Orthophonic School in Rome. അപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ട് ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ ഉള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മരിയ മോണ്ടിസോറി. അവരെന്ത് ചെയ്തു, അവരുടെ ആ ഒരു സ്റ്റഡീസ് എഡ്യൂക്കേഷണൽ പ്രോബ്ലത്തിന് റിലേറ്റഡ് ആയിട്ടാണ് ഫസ്റ്റ് അവർ എഡ്യൂക്കേഷനിലോട്ട് വരുന്നത്. അവര് ശരിക്കും ഒരു ഡോക്ടറാണ്. അപ്പൊ എന്ത് ചെയ്തു, ഇത്തരത്തിൽ എന്താണ്, കൾച്ചറലി ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള, മെന്റലി ഡെഫിഷ്യന്റ് ആയിട്ടുള്ള, മെന്റലി ഒക്കെ എന്താണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെയും അതുപോലെ കൾച്ചറലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളുടെയും ഒക്കെ എഡ്യൂക്കേഷണൽ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1899 മരിയ മോണ്ടിസോറി ആദ്യമായിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അവരെന്തായിരുന്നു, ഓർത്തോഫ്രണിക് സ്കൂൾ, റോമിലുള്ള ഓർത്തോഫ്രണിക് സ്കൂളിലെ ഡയറക്ടർ ആയിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, നമ്മുടെ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനങ്ങളൊക്കെ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ സ്പെഷ്യൽ കെയറിങ് കൊടുത്താൽ, ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ എന്ത് ചെയ്യും, നോർമൽ കുട്ടികളെ പോലെ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് അതിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് മരിയ മോണ്ടിസോറിക്ക് മനസ്സിലാക്കി. അങ്ങനെ എന്ത് ചെയ്തു, in 1907 she took under her care 60 children aged 3 to 6 from the slums of the San Lorenzo quarter of Rome and thus inaugurated her first Casa dei Bambini. അപ്പൊ 1907 60 കുട്ടികളെ എന്ത് ചെയ്തു, മരിയ മോണ്ടിസോറി കളക്ട് ചെയ്തു. ഏകദേശം 3 മുതൽ 6 വയസ്സ് വരെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളെ റോമിലുള്ള സാൻ ലോറൻസോ ക്വാർട്ടറിലുള്ള ആ ഒരു ചേരി പ്രദേശത്ത് നിന്ന്, സ്ലം ഏരിയയിൽ നിന്ന് 60ഓളം കുട്ടികളെ ചൂസ് ചെയ്തുകൊണ്ട്, ഏകദേശം 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളാണ് കേട്ടോ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു, 1907 മരിയ മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂളായിട്ടുള്ള കാസ ഡെയ് ബാംബിനി എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇനാഗുറേറ്റ് ചെയ്തു. കാസ ഡെയ് ബാംബിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ്രൻസ് ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ചിൽഡ്രൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കേട്ടോ. അപ്പോ ആ ഒരു രീതിയിൽ വീക്കർ ആയിട്ടുള്ള, സോഷ്യലി അതുപോലെ കൾച്ചറലി ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, മെന്റലി ഡിസബിലിറ്റി ഉള്ള, മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയുള്ള, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കൂടുതൽ കുട്ടികളെ ഫോക്കസ് ചെയ്തെടുത്തുകൊണ്ട് ഏകദേശം 60ഓളം കുട്ടികളെ ചേർത്തുകൊണ്ടാണ് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തിട്ടത്, 1907 അവരുടെ ഫസ്റ്റ് കാസ ഡെയ് ബാംബിനി അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ് ഇനാഗുറേറ്റ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലോട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്താണ്, 3 to 6 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രീ സ്കൂൾ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു,
പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മീനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. NCERT-യുടെയും അതുപോലെ തന്നെ നമ്മുടെ യൂണിസെഫിന്റെയും ഒക്കെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹിസ്റ്ററി ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അവിടെ തന്നെ 1779 ജോഹാൻ ഫ്രെഡറിക് ഒബേളിനും ലൂയിസ് ഷെപ്ലറും കൂടെ എന്ത് ചെയ്തു, സ്ട്രാസ്ബർഗിൽ ഒരു പ്രീ സ്കൂൾ സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ 1780 ബവേറിയയിൽ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റപ്പ് വന്നു. അതുപോലെ കോളിൻസുറിലിപ്പ് 1802 നമ്മുടെ ഡെറ്റ്മോൾഡിൽ ഒരു പ്രീ സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ റോബർട്ട് ഓവൻ 1816 എന്ത് ചെയ്തു, ന്യൂ ലെനാർക്കിൽ, സ്കോട്ട്ലൻഡിലെ ന്യൂ ലെനാർക്കിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഫാന്റ് സ്കൂൾ, അതുപോലെ അതൊരു ഫസ്റ്റ് ബ്രിട്ടീഷ് സ്കൂൾ കൂടെയാണ്. ദെൻ എന്ത് ചെയ്തു, സാമുവൽ വൈൽഡർ സ്പിൻ എന്ത് ചെയ്തു, 1819 1819 ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇൻഫാന്റ് സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം നൂറുകണക്കിന് സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ വൈൽഡർ സ്പിൻ അതിന്റെ കൂടെ തന്നെ ഒരുപാട് വർക്കുകൾ പബ്ലിഷ് ചെയ്തിട്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ ആ വർക്കിലൂടെ അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തു. ദെൻ ഫ്രെഡറിക് ഫ്രോബലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 1837 1837 ബാഡ് ബ്ലാക്കൻബർഗില് തുറിങ്കിയയില് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പ്ലേ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1840 1840 ജൂൺ 28 അതിനെ കിൻഡർ ഗാർഡൻ എന്നുള്ള പേരിലോട്ട് മാറ്റി. അതുപോലെ തന്നെ 1892 ഇറ്റലിയിൽ അഗതി സിസ്റ്റേഴ്സ് റോസയും കരോലിനെയും കൂടെ എന്ത് ചെയ്തു, ഒരു ഫ്രോബൽ കോൺസെപ്റ്റ് ഒക്കെ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു ഇൻഫാന്റ് സ്കൂൾ സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ മരിയ മോണ്ടിസോറി 1907 എന്താണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, കൾച്ചറലി ബാക്ക്വേർഡ് ആയിട്ടുള്ള, മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്ലം ഏരിയയിലുള്ള, റോമിലുള്ള സ്ലം ഏരിയയിലുള്ള സാൻ ലോറൻസോ ക്വാർട്ടർ എന്നുള്ള സ്ലം ഏരിയയിലെ ചേരി പ്രദേശത്തുള്ള കുട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് അവരുടെ ഫസ്റ്റ് കാസാഡെ ബാമിനി, അതായത് ചിൽഡ്രൻസ് ഹൗസ് ഇനാഗുറേറ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും അതുപോലെ അതിന്റെ വേൾഡ് വൈഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഇന്ത്യയിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.